ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഒരു മാംഗോ ലസ്സിയാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ചൂട് സമയത്തും അതുപോലെ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ്. നമ്മുടെ ചാനലിൽ കുറേയധികം ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ലസ്സി ഉണ്ടാക്കാൻ തുടങ്ങാം. ലസ്സി ഉണ്ടാക്കാനുള്ള മാങ്ങ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഞാനിതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനായിട്ട് എടുക്കുന്ന മാങ്ങ നല്ല പഴുത്ത് മധുരമുള്ളതും അതുപോലെ തന്നെ അധികം നാരില്ലാത്ത മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അൽഫോൺസോ മാങ്ങയാണ്. ഇനി ഇതിന് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇത് ഏലക്കപ്പൊടിയാണ്. ഞാനിവിടെ 2 ഏലക്ക പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. ലസ്സി ഉണ്ടാക്കാൻ ആവശ്യമായ തൈരാണിത്. തൈര് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ പുളിച്ച തൈരൊന്നും എടുക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പുളി കുറഞ്ഞ തൈര് വേണം ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സെറ്റ് കേടാണ്. ഇതുപോലത്തെ തൈരാകുമ്പോഴത്തേക്കും അധികം പുളിയും ഉണ്ടാവില്ല, നല്ല തിക്ക് തൈരും ആയിരിക്കും. ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് തൈരാണ്. ഇനി ഇതിനാവശ്യമുള്ളത് കുറച്ച് ഐസ് ക്യൂബ്സ് ആണ്. മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഐസ് ക്യൂബ്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തൈരും ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സി മൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ലസ്സി കാണുന്ന പോലെ നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ലസ്സി കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് സ്വല്പം പാലോ അല്ലെങ്കിൽ സ്വല്പം വെള്ളമോ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇതിലേക്ക് നമുക്ക് വെള്ളമോ പാലോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റിൽ നമുക്ക് 2 വലിയ ഗ്ലാസ് ലസ്സി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ലസ്സി നമുക്ക് നീളമുള്ളൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം ലസ്സിയുടെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. അവസാനം ഞാൻ ലസ്സിയുടെ മുകളിലേക്ക് കുറച്ച് മിന്റ് ലീവ്സ് വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയും നല്ല ഫില്ലിങ്ങുമായ നമ്മുടെ മാംഗോ ലസ്സി റെഡി ആയിട്ടുണ്ട്.